ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ലത്തീൻ വേദപാഠകം നോമ്പ് കാലം 2-ാം ഞായർ. മർക്കോസിന് സുവിശേഷം 9-ാമത്തെ അധ്യായം 2 മുതൽ 10 വരെ വാക്യങ്ങളാണ് രൂപാന്തരീഭാവം. രൂപാന്തരീഭാവത്തിൻ്റെ പല വ്യാഖ്യാനങ്ങൾ ഞാൻ മുമ്പ് നൽകിയിട്ടുണ്ട്. അതിലേക്ക് കടക്കാതെ ജസ്റ്റ് ഒരു കാര്യം സൂചിപ്പിക്കേണ്ടി വരും. പക്ഷേ മറ്റൊരു പരിപ്രേക്ഷ്യത്തിൽ നിന്നുകൊണ്ട് നമുക്കിന്ന് ധ്യാനിക്കാം. നോമ്പ് കാലത്താണ്. നോമ്പ് കാലത്തെ 2 പ്രധാനപ്പെട്ട സംഗതികൾ നമുക്ക് ഓർക്കാൻ ഒന്ന് രൂപാന്തരീഭാവവും മറ്റൊന്ന് ഗെത്സമൻ തോട്ടവുമാണ്. ഗെത്സമൻ തോട്ടത്തിൽ പീഡാസഹനം, നമ്മുടെ കർത്താവിൻ്റെ പീഡാസഹനം, അതിന് സാക്ഷികളായ 3 പേര്. ആ 3 പേര് തന്നെയാണ് രൂപാന്തരീഭാവത്തിൽ കർത്താവിൻ്റെ തേജസ്. നമുക്ക് ആ തേജസ്സിനെ മനസ്സിലാക്കാൻ ഞാൻ ഒരു മാനുഷികമായിട്ട് പറയാം. ദൈവം മനുഷ്യനായ ആളാണ് യേശു. അപ്പോൾ അവൻ്റെ മനുഷ്യത്വം എന്ന് പറഞ്ഞ തിരശ്ശീല, ആ തിരശ്ശീല പതുക്കൊന്ന് പൊക്കുകയാണ്. അപ്പോൾ അവൻ്റെ ദൈവം പ്രകാശത്തിനുള്ള പ്രകാശമായ അവൻ്റെ പ്രകാശം, ഇതാണ് രൂപാന്തരീഭാവം. ഞാൻ ഒന്നുകൂടി പറയാണ്, യേശു ദൈവം മനുഷ്യനായ ആളാണ്. അപ്പോൾ നസറത്തിൽ യേശുവിൽ ദൈവം വന്നു, ദൈവം മനുഷ്യനായി വന്നു. അവൻ്റെ ആളത്വം ദൈവത്വമാണ്, ദൈവികാളത്വമാണ്. അവൻ ഒറ്റ ആളേ ഉള്ളൂ, യേശുത്വം ഒരാളാണ്. അവൻ്റെ ആളത്വം ദൈവികമാണ്. പക്ഷെ മനുഷ്യനായിട്ടാണ് അവനെ കാണുന്നത്. അപ്പോൾ ആ മനുഷ്യൻ എന്നുള്ള തിരശ്ശീല പതുക്കെ ഒന്ന് പൊക്കുകയാണ്. ആരുടെ മുമ്പിൽ? പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. അപ്പോൾ പ്രകാശത്തിൽ പ്രകാശമായ ദൈവം തന്നെയായ ആ ദൈവത്തെ ഇവരൊരു മിന്നലി പോലെ കാണുകയാണ്, പത്രോസും യാക്കോബും യോഹന്നാനും. ഇതാണ് രൂപാന്തരീഭാവം. അതിനെക്കുറിച്ച് ഈ മർക്കോസ് പറയാണ് 6 ദിവസം കഴിഞ്ഞ്. ഇതാണ് ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. 6 ദിവസം കഴിഞ്ഞ്. നമ്മൾ മത്തായിയുടെ സുവിശേഷം നോക്കുമ്പോൾ കാണും 8 ദിവസം കഴിഞ്ഞത് കാണും. അപ്പോൾ ഇത് 6 ദിവസം കഴിഞ്ഞിട്ടാണോ 8 ദിവസം കഴിഞ്ഞിട്ടാണോ? ഇതൊരു വൈരുദ്ധ്യമാണോ? ഇത് ചിലപ്പോൾ ആളുകൾക്ക് സംശയം വരാം. അതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, 6 ദിവസം അല്ലെങ്കിൽ 8 ദിവസം പറയുന്നത് ഏതിൻ്റെയാണ്? പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനം. പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനം കഴിഞ്ഞ് 6-ാം ദിവസം അല്ലെങ്കിൽ 8-ാം ദിവസമാണ് രൂപാന്തരീഭാവം. ഈ യഹൂദരുടെ 2 തിരുനാളുകൾ മനസ്സിലായാലേ നമുക്ക് ഇതിനകത്തൊരു വൈരുദ്ധ്യമില്ല. 6-ാം ദിവസമാണോ 8-ാം ദിവസമാണോ എന്നൊരു വൈരുദ്ധ്യമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒന്ന്, യഹൂദർ ആചരിച്ചിരുന്ന പാവപരിഹാര ദിനം, അത് കൂടാരത്തിരുന്നാളുമായി വളരെ ബന്ധപ്പെട്ടതാണ്. ഈ പാവപരിഹാര ദിനം യഹൂദരുടെ, അത് ആണ്ടുവട്ടത്തിൽ ഒരേ ഒരു ദിവസം. അത് ലേവ്യരുടെ പുസ്തകത്തിൽ 16-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ വിശദമായ ആചാരങ്ങൾ കിടപ്പുണ്ട്. അന്ന് മാത്രമാണ് മഹാപുരോഹിതന് ദൈവത്തിൻ്റെ നാമം യാഹ്വേ, ദൈവത്തിൻ്റെ നാമം യാഹ്വയാണ്, ആ യാഹ്വേ എന്ന് ഉച്ചരിക്കാൻ അവകാശമുള്ളത് അന്ന് മാത്രമാണ്. ഇത് പാവപരിഹാര തിരുനാൾ കഴിഞ്ഞ് അടുത്ത, അതായത് കൂടാര തിരുനാളിലേക്ക് അതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് 5 ദിവസമാണ്. ഈ കൂടാര തിരുനാൾ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന തിരുനാളാണ്. അപ്പോൾ പാവപരിഹാര ദിനം 5 ദിവസം ഗ്യാപ്പ് കഴിഞ്ഞ് കൂടാര തിരുനാൾ ഒരാഴ്ച നീണ്ടു നിൽക്കുന്നതാണ്. അപ്പോൾ 6 ദിവസം കഴിഞ്ഞ് എന്ന് പറഞ്ഞാൽ ഈ കൂടാര തിരുനാളിലെ ഒരു ദിവസം എന്നർത്ഥം. 8 ദിവസം കഴിഞ്ഞാലും കൂടാര തിരുനാൾ. അപ്പോൾ ഈ രൂപാന്തരീഭാവം നമ്മൾ വിചാരിക്കുന്ന ഒരു ചെറിയ സെക്കൻഡ് നേരത്തേക്കല്ല. യേശു മലയിലായിരിക്കുകയാണ്, ദൈവത്തിൻ്റെ മലയിലായിരിക്കുകയാണ്, ദൈവത്തോടൊപ്പം ആയിരിക്കുകയാണ്. അപ്പോൾ 6 ദിവസം കഴിഞ്ഞ് കൊണ്ടുപോകുന്നു. 8-ാം ദിവസമായിരിക്കാം ഈ പ്രകാശമാകുന്നത്. അപ്പോൾ അതിനകത്ത് യാതൊരു വൈരുദ്ധ്യവും ഇല്ല. 6 ദിവസം കഴിഞ്ഞ് യേശു പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൊണ്ട് മലയിലെ മുകളിലേക്ക് പോയി. 2 ദിവസം മലയുടെ മുകളിൽ ആയിരിക്കുകയാണ്. അങ്ങനെ ആയിരിക്കുമ്പോഴാണ് ഈ മിന്നൊളി കാണിക്കുന്നത്. അതുകൊണ്ട് ഈ 6 ദിവസം എന്നുള്ള ആ വാക്കോ 8 ദിവസം എന്നുള്ള ആ വാക്കോ യാതൊരു വൈരുദ്ധ്യം കാണേണ്ട കാര്യമില്ല. പാവപരിഹാര ദിനവും കൂടാരത്തിരുന്നാളും തമ്മിൽ ഒരു പാലം പണിതിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, പാവപരിഹാര ദിനത്തിൽ മാത്രമാണ് ദൈവനാമമായ യാഹ്വേ മഹാപുരോഹിതന് പോലും ഉച്ചരിക്കാൻ പറ്റും. അങ്ങനെ ആ ഉച്ചരിക്കുന്ന സമയത്ത്, അതായത് യാഹ്വേ എന്ന് യഹൂദ മതപുരോഹിതൻ മഹാപുരോഹിതൻ ഉച്ചരിക്കുന്ന സമയത്താണ് പത്രോസ്, പുതിയ നിയമത്തിലെ പുരോഹിതൻ, മഹാപുരോഹിതനായ യേശു മാർപ്പാപ്പയായിട്ട് വാഴിച്ച പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന് ഏറ്റു പറയുന്നത്. യാഹ്വേ എന്ന് ദൈവത്തിൻ്റെ യാഹ്വേ എന്ന നാമം ഉച്ചരിക്കുന്ന മഹാപുരോഹിതൻ ഉച്ചരിക്കുന്ന ആ നിമിഷത്തിലാണ് പുതിയ നിയമത്തിലെ ഈ
സഹപുരോഹിതനും പുരോഹിതനും അപ്പസ്തലനൊക്കെ ആയിരിക്കുന്ന പത്രോസ് യേശുവിനെ നോക്കി, നീയാണ് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് പറയുന്നത്, നീയാണ് യാഹ്വേ എന്ന് പറയാണ്. എത്രയോ വലിയ ഒരു ഒരു വിശ്വാസ പ്രഖ്യാപനമാണിത്. അത് കഴിഞ്ഞിട്ടാണ് ഈ രൂപാന്തരീഭാവത്തിൽ കൊണ്ടുപോകുന്നത്. ഈ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു അതെന്താണെന്ന് അതിൻ്റെ ഒരു മിന്നൊലി കാണിക്കാൻ വേണ്ടി ആ 3 പേരെയും കൊണ്ടുപോകുകയാണ്. പത്രോസിനെ കാണിക്കണം, കാരണം പത്രോസാണ് ഇനി യേശു കഴിഞ്ഞാൽ സഭയുടെ നേതൃസ്ഥാനം. 2 സാക്ഷികൾ വേണം, പത്രോസിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരും അവരാണ്. അപ്പോൾ അവരും കൊണ്ടുപോകുകയാണ്. യോഹന്നാനും പത്രോസും ഒരുമിച്ചാണ് അപ്പോസ്തല നടപടിയിലൊക്കെ നമ്മൾ കാണുക. യാക്കോബ് കൊല്ലപ്പെടുന്നുണ്ട്, ഹെറോദ് അഗ്രിപ്പ അദ്ദേഹത്തെ കൊല്ലുന്നുണ്ട്. ചുരുക്കത്തിൽ ഈ സഭയുടെ ആദ്യത്തെ ആളുകൾ, ആദ്യത്തെ നേതാക്കന്മാർ, നേതൃസ്തംഭം എന്നാണ് പൗലോസിലേക്ക് ഇവരൊക്കെ വിളിക്കുന്നത്, സഭയുടെ നേതൃസ്തംഭം. അവർക്ക് ഈ സഹനത്തിൻ്റെ കാഴ്ച മാത്രമല്ല, രൂപാന്തരീഭാവത്തിൻ്റെ കാഴ്ചയും മാത്രമല്ല, യേശു ആരാണെന്ന് വെളിപ്പെടുത്തുന്ന രംഗവുമാണ് ഈ രൂപാന്തരീഭാവം. ഇതിലൂടെയൊക്കെ സംഭവിക്കുന്നത് ഈ എന്തുകൊണ്ടാണ് ഈ പാവപരിഹാര ദിനവും, അതാണ് നമ്മുടെ ഞാനിന്ന് പറയാൻ വന്നത്, 6 ദിവസം 8 ദിവസമൊക്കെ പറയാൻ വന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് ഞാൻ പറയുന്നത്, എന്തുകൊണ്ടാണ് യഹൂദരുടെ പാവപരിഹാര ദിനവും യഹൂദരുടെ കൂടാരത്തിരുന്നാളുമായിട്ട് കൂട്ടി യോജിപ്പിച്ച് യേശു ഈ പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനവും പിന്നെ രൂപാന്തരീഭാവവും ചെയ്തത്? ഞാൻ ഈ ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കുക. കാരണം പലരും പഠിപ്പിക്കുന്നത് പഴയ നിയമം കഴിഞ്ഞു പോയി, പഴയ നിയമം ആവശ്യമില്ല, അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. അത് തെറ്റാണ്. പഴയ നിയമം കഴിഞ്ഞു പോയെങ്കിൽ പിന്നെ നമ്മുടെ ബൈബിൾ പഴയ നിയമത്തിൻ്റെ ആവശ്യമില്ലല്ലോ. ഇത്രയും വലിയൊരു പുസ്തകത്തിന് തന്നെ ആവശ്യമില്ല യേശു പഴയ നിയമം റദ്ദാക്കിയെങ്കിൽ. മാത്രമല്ല, ഇവിടെ കാണുന്നത് പഴയ നിയമത്തിലെ പാവപരിഹാര ദിനത്തിൻ്റെ അന്ന് യേശുവിൻ്റെ വിശ്വാസ പ്രഖ്യാപനം, പിന്നെ കൂടാരത്തിരുന്നാളിൻ്റെ അന്ന് രൂപാന്തരീഭാവം. അപ്പോൾ പഴയ നിയമത്തിലെ തിരുനാളുകളുമായി കൂട്ടിക്കെട്ടുകയാണ് ഇതെല്ലാം യേശു. എന്തുകൊണ്ട്? അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇതെല്ലാം ഈ പഴയ നിയമത്തിലെ തിരുനാളുകൾ, അതിൻ്റെ അത്യുച്ചയും അതിൻ്റെ ആന്തരിക പൊരുളും യേശു വെളിപ്പെടുത്തുകയാണ്. അതായത് പഴയ നിയമത്തിലെ ലിറ്റർജി, പാവപരിഹാര ദിനം, കൂടാരത്തിരുന്നാൾ തുടങ്ങിയ ലിറ്റർജിയാണ്. ആ ലിറ്റർജിയുടെ ആന്തരിക പൊരുൾ എന്താണ്, അതിൻ്റെ ക്ലൈമാക്സ് എന്താണ്? ഈ പഴയ നിയമത്തിൽ തിരുനാളുടെ ക്ലൈമാക്സ്, അത്യുച്ചി എന്താണ്, അതിൻ്റെ ആന്തരിക പൊരുൾ എന്താണ്? ഇത് യേശു വെളിപ്പെടുത്തുകയാണ്. അതിന് വേണ്ടിയിട്ടാണ് പഴയ നിയമത്തിൽ തിരുനാളുകളുമായിട്ട് കൂട്ടിക്കെട്ടുന്നത്. ഈ പഴയ നിയമത്തിലെ ലിറ്റർജിക്കൽ ഇവൻറ്റ്സ്, പാവപരിഹാര ദിനം, കൂടാരത്തിരുന്നാൾ, പെസഹ തിരുനാൾ, അതുമായിട്ട് കൂട്ടിക്കെട്ടുമ്പോൾ പുതുമയുണ്ട്, കൂട്ടിക്കെട്ടലുണ്ട്, തുടർച്ചയുണ്ട്, പുതുമയുണ്ട്. പുതുമകൾ അത് നമുക്ക് മനസ്സിലാക്കാം. പെസഹ തിരുനാളിൻ്റെ പുതുമയൊക്കെ നമുക്ക് പിന്നീട് ഒരിക്കൽ പഠിക്കാം. ഏത് പെസഹയാണ്, എന്ത് പെസഹയാണ്, അതൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം. ഇപ്പോൾ അത് പെസഹ തിരുനാളിൻ്റെ പശ്ചാത്തലമല്ല നമ്മളിപ്പോൾ ധ്യാനിക്കുന്നത്. ലിറ്റർജിക്കൽ ഇവൻറ്റ്സ്, അതായത് തിരുനാളുകളൊക്കെ ലിറ്റർജിക്കൽ ഇവൻറ്റ്സ് ആണ്. ലിറ്റർജി എന്ന് പറഞ്ഞാൽ ശുശ്രൂഷ, ദൈവ ശുശ്രൂഷ, ദൈവത്തെ ശുശ്രൂഷിക്കുന്നതാണ് ലിറ്റർജി. ഈ ദൈവ ശുശ്രൂഷയുടെ ലക്ഷ്യങ്ങൾ എന്ത്? ഈ പഴയ നിയമത്തിൽ തിരുനാളുകളുടെ ദൈവശാസ്ത്രം അത് നമ്മൾ തിരിച്ചറിഞ്ഞാലേ ഇത് യേശു എന്തുകൊണ്ട് ആ ലിറ്റർജിക്കൽ ഇവൻറ്റ്സുമായി ഇത് കൂട്ടിക്കെട്ടിയെന്ന് നമുക്ക് മനസ്സിലാകും. ഒന്ന്, തിരുനാളുകൾക്ക് 3 ലക്ഷ്യങ്ങളാണുള്ളത്. ഒന്ന്, പ്രകൃതി മതങ്ങളിൽ നിന്നാണ് ഏത് തിരുനാളും ഉത്ഭവിക്കണേ. അതായത് സൃഷ്ടാവിനെക്കുറിച്ച്, സൃഷ്ടപ്രപഞ്ചത്തെക്കുറിച്ച് അത് സൃഷ്ടാവിനെ പ്രഘോഷിക്കാൻ സൃഷ്ടപ്രപഞ്ചത്തിൽ തിരുനാളുകൾ, സൃഷ്ടാവിനെ വാഴ്ത്തിപ്പാടാൻ, ദൈവത്തെ സ്തുതിക്കാൻ, ദൈവത്തിന് നന്ദി പറയാൻ ഈ സൃഷ്ടപ്രപഞ്ചത്തിലെ ചില സന്ദർഭങ്ങൾ ഉപയോഗിക്കുന്നു. അതാണ് ഈ തിരുനാളുകളുടെ ഉത്ഭവം. അതാണ് ഒന്നാമത്തെ ഘട്ടം. പ്രകൃതി മതങ്ങളിൽ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിനെ പ്രപഞ്ചത്തിൽ ആയിരുന്ന കൊണ്ട് നമ്മൾ സ്തുതിക്കുന്നു. അതാണ് അതിൻ്റെ ലിറ്റർജികൾ ആരംഭിച്ചത്, അങ്ങനെയാണ് തിരുനാളുകൾ ആരംഭിച്ചത്, അങ്ങനെയാണ്. പക്ഷെ പിന്നീട് ഈ ചരിത്രത്തിൽ ദൈവം പിന്നീട് ചരിത്രത്തിൽ ഇടപെട്ടു. ആ ഇടപെട്ടത് ഇതൊക്കെ ഈ തിരുനാളുകളുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ ചരിത്ര സംഭവമായിട്ട് ഈ പ്രകൃതിയിലെ സംഭവങ്ങൾ കൂട്ടിയിണക്കി. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഈ ആട്ടിടയന്മാർ ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ പെസഹ എന്ന് പറഞ്ഞ ഒരു ആചരണം നടത്തിയിരുന്നു. പാസ് ഓവർ, ഒരു സ്ഥലത്ത് മറ്റു സ്ഥലത്തേക്ക് പോകുന്നതിനെയാണ് പാസ് ഓവർ എന്ന് പറഞ്ഞത്, പുറപ്പാട്. അപ്പം നാളെ പുറപ്പെടാൻ ഇരിക്കുകയാണെങ്കിൽ തലേ ദിവസം ഒരു വിരുന്ന്, ഒരു സീ ഓഫ്, ആ നാടിന് സീ ഓഫ്. കർഷകർ അവരുടെ ആദ്യത്തെ വിളവെടുപ്പ് കഴിയുമ്പോൾ ഈ പുത്തരി തിരുനാൾ, പുത്തരി ആദ്യത്തെ ഫസ്റ്റ് ഫ്രൂട്ട്സ് ദൈവത്തിന് അങ്ങനെ കൊടുക്കും. ഇത് രണ്ടുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈജിപ്തിലെ പുറപ്പാടുണ്ടായത്. അപ്പോൾ ദൈവം ചരിത്രത്തിൽ ഇടപെട്ട ഒരു സമയമാണ്. അപ്പോൾ ഈ
പുത്തരി തിരുനാളിനും പെസകായ്ക്കും പുതിയൊരർത്ഥം വന്നു. പുത്തരി തിരുനാളിനും പെസകായ്ക്കും പുതിയൊരർത്ഥം വന്നു. ദൈവം ചരിത്രത്തിൽ ഇടപെട്ട ആ സംഭവം കൂട്ടിയിണക്കി. അതാണ് രണ്ടാമത്തെ ഘട്ടം. തീർന്നില്ല. ഇത് ഇനി ശരിക്കുള്ള പുറപ്പാട് വരാനിരിക്കുന്നു. ശരിക്കുള്ള പുറപ്പാട് സംഭവിക്കാനിരിക്കുന്നു. ആ ഭാവിയുടെ പ്രത്യാശ മുൻകൂറായി കൊണ്ടുവന്നു. ഭാവിയിൽ ശരിക്കുള്ള പുറപ്പാട് സംഭവിക്കാനിരിക്കുന്നു. ഈജിപ്തിൽ നിന്നും കാനാൻ ദേശത്തുള്ള പുറപ്പാടല്ലല്ലോ ശരിയായ പുറപ്പാട്. അപ്പോൾ ഭാവിയുടെ പ്രത്യാശ മുൻകൂറായി ഈ തിരുനാളിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഭൂതകാലത്ത് നടന്ന ഒരു സംഭവം, ഭാവിയിൽ നടക്കാനിരിക്കുന്ന സംഭവം, ഇത് രണ്ടും വർത്തമാനത്തിൽ കൊണ്ടുവന്നു. ഭൂതകാലത്ത് കഴിഞ്ഞുപോയ വിദൂരമായ ഭൂതകാലത്ത് നടന്ന കാര്യങ്ങളും ഭാവിയിൽ വരാനിരിക്കുന്ന കാര്യങ്ങളും വർത്തമാനത്തിൽ കൊണ്ടുവന്ന് ദൈവത്തെ പുകഴ്ത്തുന്ന അതിനെയാണ് ലിറ്റർജി എന്ന് പറയുന്നത്. ലിറ്റർജി എന്ന് പറയണേ ഭൂതകാലവും ഭാവിയും ഒരുമിച്ച് വർത്തമാനത്തിൽ കൊണ്ടുവരികയാണ്. കർത്താവുമായുള്ള കൂടിക്കാഴ്ച, അത് ഭാവിയിലുള്ളത്. കർത്താവ് മുമ്പ് നമ്മുടെ ജീവിതത്തിലും ചരിത്രത്തിലും ചെയ്ത സംഗതികൾ, അത് ഓർക്കൽ. അപ്പോൾ ഭാവിയിൽ കർത്താവുമായുള്ള കൂടിക്കാഴ്ച ഉണ്ടാകും, പ്രത്യാശ. ഭൂതകാലത്തെ കർത്താവ് അങ്ങനെ നമ്മുടെ കാര്യത്തിലും ചരിത്രത്തിലും ഇടപെട്ടിട്ടുണ്ട്. ഇത് രണ്ടും നമ്മൾ ഓർക്കുകയാണ്. ഭാവിയും ഭൂതവും ഓർക്കുകയാണ് വർത്തമാനത്തിൽ. എന്നിട്ട് ഈ ദൈവത്തെ ഇപ്പോൾ വർത്തമാനത്തിൽ പണ്ട് പ്രവർത്തിച്ചവനും ഇനി പ്രവർത്തിക്കാനിരിക്കുന്നവനുമായ ആ ദൈവത്തെ ഇപ്പോൾ വാഴ്ത്തിപ്പാടുന്നതാണ് ഈ പറഞ്ഞ ലിറ്റർജി എന്ന് പറയുന്ന ദൈവ ശുശ്രൂഷ. ഇത് ഭാവിയും ഭൂതവും സമ്മേളിച്ച ആളാണ് യേശുക്രിസ്തു. വിദൂര ഭൂതകാലത്ത് സംഭവിച്ച സംഗതികളും ഭാവിയിൽ വരാനിരിക്കുന്ന സംഗതികളും ഒരുമിച്ച് നടന്നത് യേശു എന്ന ആളിലാണ്. ആ യേശു എന്ന ആളിൽ ദൈവം സന്നിഹിതമായിരിക്കുന്നു. അങ്ങനെ സന്നിഹിതമായിരിക്കുന്നവൻ മരിക്കുന്നത് കൊണ്ടാണ് അത് എല്ലാ മനുഷ്യരെയും ശിക്ഷ എടുത്തു മാറ്റുന്ന മരണമായിട്ട് മാറുന്നത്. അങ്ങനെയുള്ളവൻ മരിക്കുന്നത് കൊണ്ടാണ്, മരിച്ച് ഉത്ഥാനം ചെയ്യുന്നത് കൊണ്ടാണ് അവനോട് ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും പുനരുത്ഥാനത്തേക്ക് പ്രവേശിക്കാൻ കഴിയുന്നത്. അപ്പം മരണവും പുനരുത്ഥാനവും നമ്മുടെ പുനരുത്ഥാനവും ലോകാവസാനവും എല്ലാം ഇവനിൽ, ഈ യേശു ഇന്നലെയും ഇന്നും നാളെയും ഒരാളായിരിക്കുന്ന യേശുവിൽ സമ്മേളിച്ചിരിക്കുന്നു. ആ സമ്മേളിച്ചിരിക്കുന്നവനെ നോക്കുന്ന, കാണുന്ന നിമിഷമാണ് രൂപാന്തരം. നോമ്പ് കാലത്ത് നമ്മൾ ഇത് കാണുമ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? നമ്മൾ ഉപവാസം, പ്രാർത്ഥന, അതുപോലെ ധർമ്മദാനം, ഇതിലൂടെയൊക്കെ നമ്മൾ എന്താണ് ആത്യന്തികമായിട്ട് ആഗ്രഹിക്കുന്നത്? ഇവനെ നേരിട്ട് കാണുക, മുഖത്തോട് മുഖം കാണുക, ഇപ്പോഴേ വചനത്തിലൂടെ കാണുക, ലിറ്റർജിയിലൂടെ കാണുക, എന്നിട്ട് ശരിക്കും നേരിട്ട് മുഖത്തോട് മുഖം കാണുക. ഈ ഒരു പ്രത്യാശയാണ് ക്രിസ്ത്യാനികളുടെ പ്രത്യാശ. ഈ പ്രത്യാശയാണ് നമ്മുടെ വിശ്വാസം. ഇതാണ് ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കാൻ ഏറ്റവും കൂടുതൽ പ്രേരണ നൽകുന്നത്. മറ്റതെല്ലാം കഴിഞ്ഞു പോകുമല്ലോ. നമ്മൾ സമ്പാദിക്കുന്നു, മക്കളുണ്ട്, മാതാപിതാക്കളുണ്ട്, മരിച്ചു പോകും, സമ്പത്ത് നശിക്കും, നമ്മൾ മരിക്കും. അപ്പോൾ ശാശ്വതമായിട്ടുള്ളത് ഇതൊക്കെ വേണം. സമ്പത്ത് വേണം, മക്കൾ വേണം, കുടുംബം വേണം, എല്ലാം വേണം. പക്ഷേ ശാശ്വതമായിട്ടുള്ളത് കർത്താവുമായുള്ള കൂടിക്കാഴ്ചയാണ്. ആ കൂടിക്കാഴ്ച ഇപ്പോഴേ നടക്കുന്നതാണ് ലിറ്റർജിയിൽ. അത് അത് ഒരു പ്രതീകങ്ങളിലൂടെയാണ്, കൂതാശകളിലൂടെയാണ്. ഭാവിയിൽ ശരിക്ക് മുഖത്തോട് മുഖം നമ്മൾ കാണും. അതിനാൽ ഈ 6 ദിവസം കഴിഞ്ഞുള്ളതിന് മറ്റൊരു ധാർമ്മികമായ അർത്ഥം കൂടിയുണ്ട്. അതായത് 6 ദിവസം 3 ശിഷ്യന്മാരെ മലയിലേക്ക് കൊണ്ടുപോകുകയാണ്. ദൈവം 6 ദിവസം കൊണ്ട് സൃഷ്ടിച്ച ഭൗതിക ലോകത്ത് നിന്ന് നാം ഉയർന്ന് ദൈവത്തിൻ്റെ മലയിലേക്ക് 7-ാം ദിവസം പ്രവേശിക്കുന്ന, ക്രിസ്തുവിൻ്റെ തേജസ്സിലേക്ക് പ്രവേശിക്കുന്ന, അതാണ് ഈ രൂപാന്തരി ഭാവം എന്നാണ് ഒരിജൻ എന്ന സഭാപിതാവ് പഠിപ്പിക്കുന്നത്. ക്രിസ്തു 6 ദിവസം കൊണ്ട് ദൈവം 6 ദിവസം കൊണ്ട് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു. 7-ാം ദിവസം വിശ്രമത്തിലേക്ക് പ്രവേശിച്ചു. 6 ദിവസങ്ങൾ കഴിഞ്ഞ് യേശു 3 ശിഷ്യന്മാരെ മലയിലേക്ക് കൊണ്ടുപോകുന്നത് 6 ദിവസം സൃഷ്ടി കഴിഞ്ഞ് 7-ാം ദിവസം ക്രിസ്തുവിൻ്റെ തേജസ്സിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നതിൻ്റെ ഒരു മുൻ ആസ്വാദനമാണ് എന്നാണ് വലിയ ബൈബിൾ പണ്ഡിതനായ ഒരിജൻ പറയുന്നത്. ഈ രൂപാന്തരി ഭാവം നമ്മൾ എല്ലാ ആഴ്ചയിലും അനുഭവിക്കുകയാണ്. 6 ദിവസം നമ്മൾ അധ്വാനിക്കുന്നു, 7-ാം ദിവസം ദൈവത്തിൻ്റെ മലയായ നമ്മുടെ പള്ളിയിലേക്ക് പോകുന്നു. അവിടെ ഈ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തോടെയും വചനത്തിലൂടെയും, അതായത് ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന, അതിലൂടെ അവൻ്റെ ആ
ആ തിരശ്ശീല ചെറുതായിട്ടൊന്ന് പൊക്കുന്നു. അപ്പോൾ നമ്മൾ ദൈവത്തെ കാണുന്നു. അതാണ് വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാന അവനെ തൊടാം, അവനെ കയ്യിലെടുക്കാം, ഉൾക്കൊള്ളാം, നമ്മളിട്ട് ഒന്നാകാം. അപ്പോൾ ഈ 3 ശിഷ്യന്മാർ പറഞ്ഞ പോലെ നമുക്കും പറയാൻ പറ്റും, നമുക്കിവിടെ ആയിരിക്കാം, 3 കൂടാരങ്ങൾ പണിയാം എന്ന് നമുക്ക് അവനെ നോക്കി പറയാൻ പറ്റും. അങ്ങനെ കർത്താവിൻ്റെ കൂടെ എപ്പോഴും ആയിരിക്കുന്ന ഒരവസ്ഥയായിട്ട് ഈ നോമ്പ് കാലം മാറട്ടെ.